പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ സാബുവിനിട്ട് വിക്രം വല്ലാത്തങ്ങ് പണിയങ്ങ് കൊടുക്കുകയാണ്. സാബുവിന് ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ അടിയായിരിക്കട്ടോ വിക്രം കൊടുത്തിരിക്കുന്നത്. കയ്യും കാലൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് വലച്ചു കൊടുത്തിനെ ആ ഒരു ജോയിന്റ് ഒക്കെ പൊട്ടിക്കാണും. ഈ മേലാൽ ആരുടെയും ദേഹത്തൊന്നും തൊടാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിലായിരിക്കും സാബുവിനെ വിക്രം അങ്ങ് തല്ലി ഒതുക്കിയിരിക്കുന്നത്. ആരെയും ഒന്നും അറിയിക്കാതെ തന്നെ വിക്രം നേരെ വേദയുടെ വീട്ടിലേക്കാണ് അവിടെ നിന്നും പാഞ്ഞു പോയത്. ആ സമയം വഴിയിൽ ബോധമില്ലാതെ കിടക്കുന്ന സാബുവിനെ ആരോ കിടന്ന് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അപ്പോഴും വിക്രമിന്റെ കാലിൽ നിന്ന് രക്തം അങ്ങോട്ടേക്ക് വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. വിക്രം വീട്ടിലേക്ക് എത്തിയപ്പോൾ വേദ പതുക്കെ വിക്രമിനെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വേദ വല്ലാതെ പേടിച്ചു പോയിരുന്നു. വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ വിക്രം, കാലിനിത് എന്ത് പറ്റിയതാന്ന് ചോദിക്കും. ഈ മുറിവ് എങ്ങനെ ഉണ്ടായതാ എന്നൊക്കെ ചോദിക്കാണ്. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഞാൻ ആ സാബുവിനിട്ട് രണ്ടെണ്ണങ്ങ് കൊടുക്കാൻ പോയതാണെന്ന്. അത് കേട്ടപ്പോ ശരിക്കും വേദ അങ്ങ് ഞെട്ടിപ്പോയി. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ആരെങ്കിലും ഇത് കണ്ടിരുന്നോ എന്ന് അവൾ വല്ലാതെ പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ വിക്രം പറയുന്നുണ്ട്, പേടിക്കണ്ട, ആരും കണ്ടില്ല, അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയും. വേദ മുറിവ് നോക്കട്ടെ എന്ന് പറയാണ്. ഈശ്വര, ഇത് ഒത്തിരി മുറിവുണ്ടല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മരുന്നും അതുപോലെ പഞ്ഞിയൊക്കെ എടുത്തിട്ട് ആ മുറിവ് ഇങ്ങനെ വൃത്തിയാക്കാൻ തുടങ്ങി. മുറിവെല്ലാം തുടച്ച് മാറ്റി വേദ അത് നന്നായി തന്നെ കെട്ടിവെച്ചു. വിക്രത്തിന്റെ കാലിനോട് ചേർന്നിരുന്നു കൊണ്ട് തന്നെ അവനെ അങ്ങോട്ടേക്ക് പരിചരിക്കാണ് വേദ. വിക്രം വേദയുടെ ആ സ്നേഹം കണ്ടിട്ടൊന്ന് പുഞ്ചിരിച്ചു. വേദയുടെ ആ ഒരു മനസ്സിന് മുന്നിൽ വിക്രമിന് പിന്നെ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. അവന് വല്ലാത്ത സന്തോഷം തോന്നി. എസ് ഐ സാബുവിനെ ചതച്ച് കളഞ്ഞതല്ലേ, അതിന്റെ ക്ഷീണമുണ്ടാവും, ഒന്ന് കിടന്നോളാൻ പറയാണ് വേദ. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, അപ്പോ നീ എവിടെ കിടക്കുമെന്ന്. അന്നേരം വേദ ചിരിച്ചുകൊണ്ട് തന്നെ വിക്രമിനെ നോക്കി പറയുന്നുണ്ട്, എന്താ, ഞാൻ തറയിൽ കിടക്കണോ എന്ന്. വിക്രം പറഞ്ഞിട്ടുണ്ട്, വേണ്ട, നീ ഇവിടെ തന്നെ കിടന്നോളാൻ പറയും. അങ്ങനെ അവര് രണ്ടുപേരും ആ കട്ടിലിൽ പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കണ്ണുകൾ തമ്മിൽ വല്ലാത്തൊരു പ്രണയം കൈമാറുന്നുണ്ടായിരുന്നു. വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് ധൈര്യത്തിലാണ് നീ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന്. എന്റെ വലിയ ശത്രുവായ നിന്റെ ഏട്ടൻ ശ്രീകാന്ത് എങ്ങാനും എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം തീർന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം വേദ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല വിക്രം, യഥാർത്ഥ കുറ്റവാളിയെ നമുക്ക് പുറത്തു കൊണ്ടുവരണമല്ലോ, ആ പുളിക്കൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. വിക്രം പറയുന്നുണ്ട്, അതിന് ഞാൻ തന്നെ വേണ്ടി വരുമെന്ന്. ഈ രാത്രി പുറത്തിറങ്ങി അവനെ നമുക്ക് പൊക്കണം വേദ. അന്നേരം വേദ പറഞ്ഞിട്ട്, ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോളണം, കേട്ടല്ലോ എന്നും പറഞ്ഞ് അവൾ അങ്ങ് ചിരിച്ചു. നേരം ഒരുപാട് വൈകി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ കെട്ടിലിൽ മുഖാമുഖം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മനസ്സിന്റെ നിയന്ത്രണമൊക്കെ വിട്ടുകൊണ്ട് തന്നെ അവർ അറിയാതെ രണ്ടുപേരും അങ്ങ് ഉറങ്ങിപ്പോയി. ഇതേ സമയം ശ്രീകാന്തും വർഷയും സിനിമ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഹാളിൽ ചോരയുടെ പാടുകൾ ശ്രീകാന്ത് ശ്രദ്ധിച്ചു. വർഷേ, ഇത് നോക്കിക്കേ, ഇതാരുടെയോ ചോരത്തുള്ളികൾ ഇവിടെ കിടക്കുന്നത് കണ്ടല്ലോ, അവൻ ചോദിച്ചു. വർഷയും അത് കണ്ട് അത്ഭുതപ്പെട്ടു. ശ്രീ, ഇതെങ്ങനെയാ ഇവിടെ വന്നത് എന്ന് അവൾ ചോദിച്ചു. ശ്രീകാന്ത് നേരെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നോക്കുന്ന സമയത്തന്നെ വീടിന്റെ ചുറ്റും വേറെ എവിടേക്കോ ചെറുതായിട്ട് ഇങ്ങനെ പാടുകളൊക്കെ കണ്ടു. ശ്രീകാന്ത് പറയുന്നത്, വാ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാമെന്ന് പറയും. പക്ഷേ അവർക്ക് അവിടെ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. വേദ അപ്പോഴേക്കും അതെല്ലാം തന്നെ തുടച്ചു മാറ്റിയിരുന്നു. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഈ ചോര എവിടെ നിന്ന് വന്നു? എന്തായാലും രാത്രി അമ്മയും അച്ഛനെയൊന്നും വിളിച്ചുണർത്തേണ്ട, നമുക്ക് രാവിലെ ചോദിക്കാമെന്ന് പറയും. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ശ്രീകാന്ത് വല്ലാത്ത ടെൻഷനിലായിരിക്കും. ആ സമയത്ത് തന്നെ വർഷ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിപ്പോ ആലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, കിടക്കാൻ നോക്ക്, നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം അങ്ങ് കിടന്നു. പക്ഷേ ശ്രീകാന്തിന് ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല. രാവിലെ ആയപ്പോൾ ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ വിളിച്ചു പറഞ്ഞു, സാബു എസ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന്. അയാൾക്ക് എന്തു പറ്റി? ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ചന്ദ്രശേഖരൻ പറഞ്ഞത്, അതൊക്കെ ഞാൻ നേരിട്ട് പറയാമെന്ന്, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയും. ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങാൻ നേരം വർഷ ഇന്നലത്തെ കാര്യം ഓർമ്മിപ്പിച്ചു. സിറ്റ് ഔട്ടിലും ഹാളിലുമൊക്കെ ചോരപ്പാടുകൾ കണ്ടത് ഓർമ്മയില്ലേ എന്ന് അവൾ ചോദിക്കണേ. പത്മം പറയുന്നത്, ഇവിടെ ആർക്കോ മുറിവ് പറ്റിയല്ലോ എന്ന് പറയും. ശ്രീകാന്ത് അത് കാണിച്ചു കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെയൊന്നും ആ ഒരു പാടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതിനു മുൻപേ തന്നെ വേദ അതെല്ലാം തന്നെ രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. വേദയെ കണ്ട് ശ്രീകാന്ത് സംശയത്തോടെ ഒന്ന് നോക്കി. എന്നാൽ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നിങ്ങൾ സിനിമ കണ്ട് വൈകി വന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയതായിരിക്കുമെന്ന്. ഇവിടെ അങ്ങനെ ചോരപ്പാടുകളൊന്നും ഇല്ലല്ലോ എന്ന് പറയും. വർഷ പറയുന്നുണ്ട്, എന്താ ശ്രീകാന്തെ, നമ്മൾ ഇന്ന് കണ്ടതല്ലേ എന്ന് വീണ്ടും ചോദിക്കാണ്. ശ്രീകാന്ത് പറഞ്ഞിട്ട്, ആ, ഇതിൽ എന്തൊക്കെയോ കള്ളക്കളി നടക്കുന്നുണ്ട്, ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ടതിന് അവൻ നേരെ ചന്ദ്രശേഖരന്റെ അടുത്തേക്ക് പോയി. ഇതേ സമയം വേദ ഭക്ഷണവുമായി മുകളിലേക്ക് പോവാണ്. മുകളിൽ ഇരുന്നു കൊണ്ടതിന് വർക്ക് ചെയ്യണമെന്നാണ് അവൾ പറഞ്ഞത്. അവൾ അങ്ങനെ ആ ഒരു പേരും പറഞ്ഞു കൊടുത്തിട്ട് ഭക്ഷണം നേരെ മുകളിലേക്ക് കൊണ്ടുപോയി വിക്രമിനും ഭക്ഷണം എടുത്തു കൊടുത്തു. വിക്രത്തിനോട് പല്ല് തേച്ച് വരാൻ പറയാണ് വേദ. വേദ പറയുന്നത്, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് കഴിക്കാമെന്ന്.
അലമാരയിൽ നിന്നും വിക്രത്തിന്റെ ഒരു ഷർട്ട് അവൾ എടുത്തു കൊടുത്തു. വിക്രം അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, ഇത് എന്റെ ഷർട്ടാണല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കും. വേദ പറയുന്നുണ്ട്, ഞാൻ ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ നിങ്ങളുടെ 2-3 ഷർട്ടും കൂടി എടുത്തിരുന്നു എന്ന്. സ്നേഹത്തോടെ വിക്രം അവളെ നോക്കി ചോദിച്ചു, എന്തിനാണത് എടുത്തത് എന്ന്. വേദ പറഞ്ഞത്, അത് കാണുമ്പോൾ നിങ്ങൾ എന്റെ തൊട്ടടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുമല്ലോ എന്ന് പറയും. അതിനു വേണ്ടിയിട്ട് ഞാൻ അത് എടുത്തുകൊണ്ട് വന്നത് എന്ന് പറയാണ് വേദ. വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ ഫ്രഷായി വന്നു. വേദ വിക്രമിന് കൈ കഴുകണ്ടേ എന്ന് കരുതിയിട്ട് ദോശ മുറിച്ച് വായിൽ വെച്ചു കൊടുക്കാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ വേദ വിക്രമിനെ നോക്കി പുഞ്ചിരിച്ചു. ഇതേ സമയം ശ്രീകാന്ത് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്കെത്തി. ചന്ദ്രശേഖരൻ വല്ലാത്ത പരിഭ്രമത്തിലായിരുന്നു. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താച്ചാ, എന്താ കാര്യമെന്ന് ചോദിക്കും. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഇന്നലെ SI സാബുവിനെ വഴിയിൽ വെച്ച് ആരോ ആക്രമിച്ചു. അവന്റെ കയ്യും കാലൊക്കെ അടിച്ചൊടിച്ചിട്ടുണ്ട്. അതാരാണെന്ന് നിനക്കറിയാമോ? അത് വിക്രമാണ്. അവൻ അവന്റെ അച്ഛനെയും ചേട്ടന്മാരെയും തല്ലിയതിന്റെ പ്രതികാരം തീർത്തതാണെന്ന് പറയും. ആ പുളിക്കനെ കണ്ടുപിടിക്കാമെന്ന് വാക്ക് തന്നിട്ടാണ് അവൻ പോയത്. അവൻ ഇവിടെ നടക്കുന്ന ഓരോ ചലനവും അറിയുന്നുണ്ട് എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ട്, അച്ഛ, അവനിപ്പോ എവിടെയുണ്ട് എന്ന കാര്യം എനിക്ക് ചില സംശയമുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ സിനിമ കണ്ടു വന്നപ്പോൾ വീടിനുള്ളിൽ ചോരയുടെ പാടുകൾ കണ്ടിരുന്നു. രാവിലെ നോക്കിയപ്പോൾ വേദ അത് ക്ലീൻ ചെയ്ത് കളഞ്ഞു. എനിക്ക് തോന്നുന്നത് വിക്രം എന്റെ വീട്ടിൽ തന്നെയുണ്ട് എന്നാണ്. വേദ അവനെ അവളുടെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയും. അന്നേരം ചന്ദ്രശേഖരൻ പറഞ്ഞത്, എങ്കിൽ ഇത് സത്യമായിരിക്കും. അവൻ ആ വീടിനുള്ളിൽ എങ്ങനെയൊക്കെയോ കടന്നുകൂടിയിട്ടുണ്ട്. ഉടനെ തന്നെ ഈ ഒരു കാര്യം പോലീസിനെ അറിയിക്കണം. അവനെ അവിടെ നിന്നും പിടികൂടണം. എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഏക ആള് അവൻ മാത്രമാണ് വിക്രം. അവനെ കയ്യിൽ കിട്ടാതെ നമുക്കിനി രക്ഷയില്ല മോനെ. ശ്രീകാന്ത് ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. വേദയുടെ വീട്ടിലേക്ക് അങ്ങനെ പോലീസ് എത്തി. ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഇവിടെയെന്ന്. സി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. SI സാബുവിനെ തല്ലിച്ചതച്ചത് വിക്രമാണ് എന്ന കാര്യം അയാൾ മൊഴി നൽകിയിട്ടുണ്ട്. അവൻ ഇവിടെയുണ്ടെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയും. ശങ്കരനാരായണൻ പറയുന്നത്, വിക്രം ഇവിടെയൊന്നും വരില്ലല്ലോ എന്ന്. ദീപ്തിയും അങ്ങോട്ടേക്ക് വന്നു. വിക്രം വേദയുടെ മുറിയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഓരോ മുറിയായിട്ട് ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. വേദയുടെ മുറി പൂട്ടിക്കിടക്കുന്നത് കണ്ട് പോലീസ് അത് തുറക്കാൻ പറഞ്ഞു. ശങ്കരനാരായണൻ വേദയെ ഉറക്കെ വിളിച്ചു. വേദ ഡോറ് തുറന്ന് പോലീസ് എന്തിനാണ് വന്നത് എന്ന് ചോദിക്കാണ്. അവർ ബാത്റൂമിലും കട്ടിലിനടിയിലൊക്കെ മാറി മാറി നോക്കി. വിക്രം കതകിന്റെ സൈഡിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മാത്രം പോലീസ് വിക്രമിനെ കണ്ടില്ല. പോലീസ് അവിടെ നിന്ന് പോയതും വേദ വല്ലാതെ പേടിച്ചു. വേദ പറയുന്നുണ്ട്, വിക്രം, നിങ്ങൾ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവും. വിക്രം പറയുന്നുണ്ട്, ഞാൻ കാരണം നിനക്കൊരു പ്രശ്നവും ഉണ്ടാവേണ്ട വേദ, ഞാൻ എവിടെ നിന്നും പോയിക്കോളാമെന്ന് പറയും. അന്നേരം വേദ പറയുന്നുണ്ട്, വേണ്ട വിക്രം, നിങ്ങൾ എവിടെ നിന്നും പോവണ്ട, എനിക്ക് പേടിയാണ് എന്നാ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് ചേർത്ത് പിടിച്ചു പറഞ്ഞു. പക്ഷേ വിക്രം പറയുന്നുണ്ട്, ഞാൻ പോയേ തീരൂ വേദ. വാസവൻ എന്നെ കൊല്ലാൻ നോക്കാണ്. എനിക്ക് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണം. വേദയുടെ കൈയെല്ലാം വിടിവിപ്പിച്ചുകൊണ്ട് തന്നെ വിക്രം നേരെ മുകളിലേക്ക് പോയി. പോലീസ് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ വന്നു. വിക്രം വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. വാട്ടർ ടാങ്കിന്റെ അടുത്തേക്ക് പോലീസ് വരുമ്പോൾ അവൻ അതിനുള്ളങ്ങ് പതുങ്ങിയിരുന്നു. പുറത്ത് വെള്ളം കിടക്കുന്നത് കണ്ട് പോലീസിന് സംശയം തോന്നിയിട്ട് നേരെ വാട്ടർ ടാങ്ക് അങ്ങ് പൊക്കി നോക്കി. വിക്രത്തെ അവിടെ കണ്ട് അവർ അങ്ങോട്ടേക്ക് ചാടി. വിക്രം പോലീസിനെ തള്ളി മാറ്റി ഓടാൻ ശ്രമിച്ചു. അവൻ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. ശങ്കരനാരായണനോട് പോലീസ് പറഞ്ഞു, അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. ശ്രീകാന്ത് ദേഷ്യത്തോടെ വേദയുടെ അടുത്തേക്ക് പോയിട്ട് അവളെ അങ്ങ് അടിച്ചു. എടി, നീയാണല്ലേടി അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് അങ്ങ് ദേഷ്യപ്പെടണ്. ആ സമയത്തന്നെ വേദ പറയുന്നുണ്ട്, അതെ, വിക്രം തെറ്റുകാരനല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവനെ ഒളിപ്പിച്ചു വെച്ചത്. ഞാൻ അവനെ സംരക്ഷിക്കുമെന്ന് പറയാണ് വേദ. ശ്രീകാന്ത് അവളെ മുറിയിൽ അങ്ങ് പൂട്ടിയിട്ടു. വിക്രം ഓടിപ്പോകുന്ന വഴി രാധയുടെ മുന്നിൽ ചെന്ന് ചാടാണ്. രാധ അവനെ തിരിച്ചറിഞ്ഞു. രാധ പറയുന്നുണ്ട്, പേടിക്കേണ്ട വിക്രം, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയും. അങ്ങനെ അവൾ അവനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിക്രം അവിടെ ഇരുന്ന് വേദയോർത്ത് സങ്കടപ്പെടാണ്. രാധ പറയുന്നുണ്ട്, താൻ പുളിക്കനെ കണ്ടുവെന്ന്. ഒരു കടയിൽ നിന്ന് അവൻ ഭക്ഷണം കഴിക്കുന്നത് അവൾ കണ്ടിരുന്നു. രാധയുടെ വീട്ടിൽ അവനെ പൂട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞതോടുകൂടി തന്നെ വിക്രം അങ്ങോട്ടേക്ക് ചെന്നു. വിക്രം അവനെ തല്ലി ചതച്ചുകൊണ്ട് തന്നെ സത്യം പറയിപ്പിച്ചു. പുളിക്കൻ പറയുന്നത് വരുണിനെ കുത്തിക്കൊന്നത് SI സാബുവാണ് എന്നും ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണെന്നും. രാധ ഇതെല്ലാം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വിക്രം അവനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി മൊഴി കുടിപ്പിച്ചു. ശ്രീനിവാസൻ വഴി എല്ലാ വീഡിയോയും വാസവൻ എത്തിച്ചു കൊടുത്തു. വാസവൻ സത്യമറിഞ്ഞ് ആകെ ഞെട്ടിപ്പോവാണ്. വിക്രം നിരപരാധിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. വിക്രം നേരെ വേദയുടെ വീട്ടിലേക്കെത്തി. ശ്രീകാന്ത് അവനെ തടയാൻ നോക്കിയെങ്കിലും വിക്രം സകല സത്യങ്ങളും വിളിച്ചു പറഞ്ഞിരുന്നു. വേദയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു മുറി തകർത്തുകൊണ്ട് തന്നെ അവൻ അവളെ രക്ഷിച്ചു. വേദ വിക്രമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരയാണ്. പോലീസ് എത്തി ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്തു. ശങ്കരനാരായണനും ദീപ്തിയും അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. വിക്രം വേദയുടെ കൈപിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു വീടിന്റെ പടിയിറങ്ങി. അങ്ങനെ അവരൊരു പുതിയ ജീവിതത്തിലേക്ക് ഒരുമിച്ച് നടന്നു നീങ്ങുകയായിരുന്നു.
ശ്രീകാന്തിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അവൾ അനുഭവിച്ച വേദനയുടെ 1000 മടങ്ങ് ആ മുഖത്ത് കാണാമായിരുന്നു. ശങ്കരനാരായണൻ ആകെ തകർന്നുപോയി. തന്റെ മകൻ ഇത്രയും വലിയൊരു ചതിയനാണെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല. ദീപ്തിയും പത്മവും ആകങ്ങനെ അന്തം വിട്ടു നിൽക്കാണ്. വേദ വിക്രമിന്റെ കൈകൾ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടമല്ല, മറിച്ച് ഒരു യുദ്ധം ജയിച്ചതിന്റെ ആശ്വാസമായിരുന്നു. ഇതേ സമയം വീഡിയോ കണ്ട വാസവൻ തന്റെ ഗുണ്ടകളുമായി അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. വിക്രമിനെ കണ്ടപ്പോൾ അയാൾ ഓടി വന്ന് അവന്റെ കൈകളിൽ അങ്ങ് ചേർത്ത് പിടിച്ചു. വിക്രം, നീ എന്നോട് ക്ഷമിക്കണം. എന്റെ മകനെ കൊന്നവനെ ഞാൻ സ്നേഹിക്കുകയും അവനെ രക്ഷിക്കാൻ നോക്കിയവനെ താൻ തല്ലിക്കൊല്ലാൻ നടക്കുകയും ചെയ്തു. ഈ വാസവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റാണ്. വിക്രം ശാന്തനായി തന്നെ പറഞ്ഞു. അതൊന്നും സാരമില്ല വാസവ, സത്യാവസ്ഥ ഏതായാലും അറിഞ്ഞല്ലോ, അത് മതിയെന്ന് പറയും. ശ്രീകാന്ത് അകത്തായതോടുകൂടി തന്നെ ചന്ദ്രശേഖരൻ ആകെ പരിഭ്രാന്തിയിലായി. തന്റെ പേരൊരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പുതിയ കരുക്കൾ നീക്കി. സാബുവിനെ ഹോസ്പിറ്റലിൽ വെച്ച് വായടപ്പിക്കാൻ അയാൾ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ വിക്രം ഇത് മുൻകൂട്ടി കണ്ടു. രാധയുടെ സഹായത്തോടു കൂടി തന്നെ സാബുവിന് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാൻ വിക്രത്തിന് കഴിഞ്ഞു. വിക്രം വേദയും കൂട്ടിയിട്ട് തന്റെ പഴയ വീട്ടിലേക്ക് മടങ്ങിയെത്തി. കമലമ്മയും മാഷും അവരെ ആരതി ഒഴിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിച്ചു. വേദ ആ വീടിന്റെ ഐശ്വര്യമായി മാറി. പക്ഷേ പവിത്രം കുടുംബത്തിലെ ആ പഴയ സ്നേഹം തിരികെ കൊണ്ടുവരണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. ജയിലിൽ കിടക്കുന്ന ശ്രീകാന്തിനെ കാണാൻ അവൾ ഒറ്റയ്ക്ക് പോയി. അവിടെ വെച്ച് അവൾ പറഞ്ഞു, ഏട്ടാ, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. പക്ഷേ ആ തെറ്റ് തിരുത്താൻ ഒരവസരമുണ്ട്. ചന്ദ്രശേഖരൻ നിങ്ങളെ കരുവാക്കുകയായിരുന്നു എന്ന് കോടതിയിൽ നിങ്ങൾ തുറന്നു പറയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി നല്ലൊരു ജീവിതമുണ്ടാവുള്ളൂ എന്ന് പറയാണ് വേദ. കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ ശ്രീകാന്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ സകല സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. ചന്ദ്രശേഖരന്റെ ക്രൂരമായ പ്ലാനുകളും വരുണിനെ കൊല്ലാൻ നൽകിയ കൊട്ടേഷനും എല്ലാം തന്നെ പുറത്തു വന്നു. കോടതി ചന്ദ്രശേഖരനെ കഠിന തടവിന് ശിക്ഷിച്ചു. ശ്രീകാന്ത് ചെയ്ത തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ ലഭിച്ചുവെങ്കിലും അവന്റെ മനസ്സിന്റെ ഭാരം ഒഴിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വിക്രമും വേദയും പിന്നീട് ഒരു കുഞ്ഞുമായാണ് പവിത്ര വീട്ടിലേക്ക് എത്തുന്നത്. ശങ്കരനാരായണനും പത്മവും ഭയങ്കര സന്തോഷത്തിൽ ഒരുമിച്ച് ആ ഒരു മുറ്റത്തിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. വരുണിന്റെ ഓർമ്മകളുമായിട്ട് ദീപ്തിയും അവിടെ ഉണ്ടായിരുന്നു. തിന്മക്കുമേൽ നന്മ വിജയിച്ചതിന്റെയും സ്നേഹം കൊണ്ട് മുറിവുകൾ ഉണക്കിയതിന്റെയും അടയാളമായി ആ വീട് അങ്ങനെ മാറി. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.